ഗൈസ്, ഞാൻ ഒരു പാലക്കാട്ടുകാരിയെ കണ്ടു. ഞാൻ വന്ന് കുറെ പാലക്കാട്, പക്ഷെ ഇത്രയും അടുത്തുള്ള പാലക്കാട് ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഇതേ ഒരുത്തി. ഇത് പാലക്കാടൊന്നുമല്ല, ഇതേതോ പട്ടിക്കാട്. എന്റെ നാട് അവർക്ക് അറിയാം. എന്റെ നാട് എവിടെയാ? എന്റെ നാടിൽ അവർക്ക് അറിയാം. പറ. പാണ്ടിച്ചേരി അല്ലേ? പാണ്ടിച്ചേരി. സോറിയാ. ഓ സോറി, ഫ്രഞ്ച് ആണ് കുട്ടി. ഞാൻ വിചാരിച്ച ഏതോ സെലിബ്രിറ്റിയുടെ കൂടെ നീരുന്നു. ഒരു മിനിറ്റ് ഒന്നുകൂടി പറഞ്ഞേ. എനിക്കത് ഇഷ്ടപ്പെട്ടു. ലുക്കൊക്കെ കണ്ട പോലെ ഫോറിനേഴ്സോ വല്ല സെലിബ്രിറ്റി ആയിരിക്കും. Guys, I'm going to Bangalore. Flight time 12 o'clock. ഇത് പഴയ ടെർമിനലാണ്. ഞാൻ ബാക്ക് ക്യാമിൽ കാണിച്ചത്. അതാണ് ഇന്റർനാഷണൽ ടെർമിനൽ. അതിനപ്പുറത്തുണ്ട് T1, അത് T2, അപ്പുറത്ത് T1. ഇതിലിടയിൽ ഈ ബിൽഡിംഗ് ഇല്ല. അത് ഫസ്റ്റ് ഇവിടെ ഉണ്ടായിരുന്ന ബിൽഡിംഗ് ആയിരുന്നു, ഓഫീസ്. അറൈവൽസ് ഒക്കെ ഫസ്റ്റ് ഇന്റർനാഷണൽ അറൈവൽസ് ഒക്കെ ഇവിടെ ആയിരുന്നു. ഈ ടെർമിനലായിരുന്നു ഇന്റർനാഷണൽ. ദെൻ ഇപ്പോൾ ഇത് ഡൊമസ്റ്റിക് ആയിട്ടാണ് റൺ ചെയ്യണത്. ഇപ്പോൾ ഈ ടെർമിനലാണ് ഇപ്പോൾ ഇന്റർനാഷണൽ ആയിട്ട് റൺ ചെയ്യണത്. അതിൻ്റെ അപ്പുറത്തുള്ളത് ഡൊമസ്റ്റിക് തന്നെയാണ്, പക്ഷെ ഇൻഡിഗോ മാത്രമാണ്. ഓൺലി ഇൻഡിഗോ മാത്രമാണ് അവിടെ ഉള്ളത്. ഇവിടെ ഈ ടെർമിനലിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എയർ ഇന്ത്യ, എയർലൈൻസ്, ദെൻ വിസ്താര, എയർ ഇന്ത്യ എക്സ്പ്രസ്, അങ്ങനെ 4 സംഭവങ്ങൾ ഇവിടെയാണുള്ളത്. ബാക്കിയുള്ളതൊക്കെ ഇൻഡിഗോ മാത്രം T1-ലാണുള്ളത്. ഓക്കെ, T4 ആണിത്, ഓൾഡ് ടെർമിനൽ. ഫസ്റ്റ് ഞാൻ അവിടെ വരുമ്പോൾ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കൊച്ചിനിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ എയർപോർട്ട് കണ്ടിട്ട് ഈ ഒരു എയർപോർട്ട് കാണുമ്പോൾ എനിക്ക് ഇതൊരു റെയിൽവേ സ്റ്റേഷൻ പോലെയായിരുന്നു എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. മെട്രോ ഇല്ലെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ അങ്ങനെയായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്തത് ഈ ഒരു ഏരിയയിലായിരുന്നു. ഈ കൗണ്ടേഴ്സിലാണ് ഫസ്റ്റ് നിന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഈ ഫ്ലോറിൽ ഈ സീറ്റിലൊക്കെ നിറയെ ഇരുന്നിട്ടുണ്ട്. പിന്നെ ഈ ലിഫ്റ്റൊക്കെ യൂസ് ചെയ്യണ താഴെ പോയി എന്ന് വെച്ചാൽ ഓഫീസസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു മെമ്മറി ആട്ടോ. പക്ഷേ അത് നല്ല രസമായിരുന്നു. അവിടെ ഒരു ക്യാൻറ്റീൻ അല്ല, എന്താ പറയുക, കോഫി ഹൗസ് ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട് അവിടെ ഒരു കോഫി ഷോപ്പ്. അങ്ങനെ. പിന്നെ ഇവിടെ ഒരു സംഭവം, ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഒന്നും ഓപ്പറേറ്റ് ചെയ്യണില്ല. അവിടെ ആണ് എയർ ഇന്ത്യ ലാസ്റ്റിലാണുള്ളത്. അത് കഴിഞ്ഞിട്ട് എയർ ഇന്ത്യ എക്സ്പ്രസ്, ദെൻ വിസ്താര, എയർലൈൻസ്, അങ്ങനെയാണ് അവിടെ ഉള്ളത്. ഈ ടെർമിനൽ ഭയങ്കര ഷോക്കാണ്. ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്തുണ്ടല്ലോ, ഇവിടെയൊക്കെ ഈ പോട്ടൊക്കെ ഉണ്ടല്ലോ, സൈഡിൽ കാണുന്ന ഈ പോട്ട് അതൊക്കെ എടുത്ത് ഇവിടെയൊക്കെ കൊണ്ടുവന്ന് വെക്കാറുണ്ട്, മഴത്തുള്ളി പിടിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ ഫസ്റ്റ് ഇവിടെ ഇമിഗ്രേഷൻ ആയിരുന്നു. ഇപ്പോൾ ഡൊമസ്റ്റിക് ആയതുകൊണ്ട് ഇമിഗ്രേഷൻ ആവശ്യമില്ലല്ലോ. സോ സെക്യൂരിറ്റി ആണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡൊമസ്റ്റിക്കിൽ സപ്പോർട്ടിങ്ങിന് വരുവേ. അപ്പം ഇവിടെ വന്നിട്ട് ശ്രീകൃഷ്ണ സ്വീറ്റ്സിൽ വന്നിട്ട് നമ്മൾ സാമ്പിൾ ചോദിച്ചാൽ ഇവർ തരും കേട്ടോ. മൈസൂർപ്പ, എനിക്ക് തമിഴ് ഇടയ്ക്ക് കയറി വരുവേ, ക്ഷമിക്കണം. മൈസൂർപ്പ ചോദിച്ചെന്ന് വെച്ചാൽ ഇവർ നമുക്ക് സാമ്പിളായിട്ട് മൈസൂർപ്പ തരും. നമുക്ക് ഇപ്പോൾ തരുമോ ചോദിച്ചു നോക്കട്ടെ. തന്നു. ഓക്കെ. സംടൈംസ് മൗത്ത് ഒരുമാതിരി ആകുമ്പോൾ, ഡ്രൈ ആകുമ്പോൾ നമുക്ക് തന്നെ തോന്നും ചില സമയത്തൊക്കെ ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങിക്കാം. സോ ഇവിടെ വന്നാൽ അവർ ഫ്രീ ആയി തരും, ഓസിക്ക് സ്വീറ്റ്സ് കഴിക്കാതെ. ഓക്കെ, നല്ല ടേസ്റ്റ് ആട്ടോ. ഓക്കെ, എയർ ഇന്ത്യ ഒരു പുതിയ ലോഗോ കൊള്ളാം കേട്ടോ, കളറൊക്കെ. എൻ്റെ അടുത്ത സബ്സ്ക്രൈബർ. Gate number 17, ma'am. Boarding will be start after 11:05. Please check in name and seat. Okay. Clear security check first class. Thank you. Which one passenger? Okay. Then PNR കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ എൻ്റെ ഡീറ്റെയിൽ വരും. ഓക്കെ, നെക്സ്റ്റ് മെയിൽ ഡീറ്റെയിൽ വരും, റീപ്രിൻറ്റ്. പക്ഷെ നമ്മൾ ബോർഡിങ് ചെയ്തിട്ടില്ലെങ്കിൽ റീപ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ അല്ല കേട്ടോ വരിക. നമ്മൾ കൊടുത്തതും സാധനം കയ്യിൽ വരും. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇവളാണ് നമ്മുടെ ആള്. എനിക്ക് ഇവരാണ് എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തത്. ഇവരൊക്കെ ഞങ്ങളുടെ ഇൻചാർജ് ആണ്. ഇവരുടെ പേര് സൗമ്യ മാം, മെർലിൻ മാം.
Bye. Bye. Okay. Yeah. എനിക്ക് അപ്ഗ്രേഡ് ആയേ. This is a security area. ഇത് ഞാൻ കയ്യിലെടുത്ത കുറച്ച് സാധനങ്ങളാണ്. ഇൻകേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാം എടുത്ത് അവർ വെളിയിലിടാൻ പറയും. സോ അതിൽ ബെറ്റർ നമ്മളെ വെളിയിൽ വെക്കുന്നതാണ്. പവർ ബാങ്ക്, ദെൻ ഇതിൽ കുറച്ച് കോയിൻസ് ഉണ്ട്. മെറ്റൽ ഐറ്റംസ് എന്തുണ്ടെങ്കിലും പുറത്ത് വെക്കണം. സോ സംടൈംസ് ഇവർ തന്നെ വെളിയിൽ വെക്കാൻ പറയും. ഞാനായിട്ട് വെളിയിൽ വെച്ചതാണ്. ബാഗിൽ വേറൊന്നുമില്ല. ഓക്കെ. ഇനി മൊബൈൽ ഫോൺ ഇതിൻ്റെ കൂടെ. ആക്ച്വലി പ്രീമിയം എക്കണോമിയാണ്. Thank you. Oh shit. இந்த ஏர்க்ராஃப்டில் தான் நம்ம போக போகிறோம். This is India's first 350. இதுக்குள்ளே எப்படி இருக்கும்? Actually I'm excited. India's first 350. First time அதில் ட்ராவல் பண்ண போகிறேன். Very excited. ഇന്ത്യയിലെ ഫസ്റ്റാக வந்து 350. அது மட்டும் இல்லை, ஏர் இந்தியாவோட ஃபஸ்ட் க்ரூஸ் நியூ லோகோ வச்சிருக்கிறது. அப்புறம் தேங்க்யூ. தென் அந்த ஹெட்ஃபோன் கிடச்சிருக்கு. Thank you. Fine. It's okay, fine. ഇവരൊരു ബ്ലാങ്കറ്റ് കൊടുക്കും. പിന്നെ ഒരു വെറ്റ് ടിഷ്യൂ തരുന്നുണ്ട് നമുക്ക്. ലെഗ് സ്പേസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇതിനിങ്ങനെ കിടന്ന് ഇതിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. നമുക്ക് വല്ല കാർട്ടൂണും കാണാം കേട്ടോ. ഇതൊക്കെ ഗുഡാണ്. ഞാൻ കണ്ട മൂവിയാണ്. എനിക്ക് കാർട്ടൂൺസ് ഇങ്ങനെയുള്ള മൂവീസ് ഭയങ്കര ഇഷ്ടം. और स्ट्रैप खींचकर कस लें। कुर्सी की पेटी खोलने के लिए फ्लैप उठाएं और सिरों को अलग करें। വേറൊന്നുകൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല. ട്രൈ ചെയ്ത് നോക്കാം.
തണുപ്പ് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ്. എനിക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ. നോർമലായിരിക്കും, പക്ഷെ എനിക്ക് ഭയങ്കര തണുപ്പ്. കാരണം ചെന്നൈയിൽ ഇത്രയും ചൂടിലിരുന്നിട്ട് പെട്ടെന്ന് തണുപ്പിക്ക് വരുമ്പോൾ എനിക്ക് അഡാപ്റ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. സോ ഷർട്ടൊക്കെ എടുത്ത് ഞാൻ ഇട്ട്. നിറയെ നടക്കാനുണ്ട് അറേവലിക്ക് തോന്നുന്നു, നിറയെ ദൂരമുള്ള പോലെ. സെറ്റ് നോക്കിയാൽ സ്റ്റെയർ ഇറങ്ങാനുള്ള ആരോഗ്യം എനിക്ക് തണുത്തിട്ട് മേല. അറിവല്ലെത്തി. ലിക്വിഡ് പോലൊക്കെ തുപ്പിച്ചിട്ട് ഇവിടെ വെയിലില്ല എന്ന് പറഞ്ഞിട്ട് വെളിയിലിറങ്ങി. എൻ്റെ ഒപ്പനളി അവിടെയും വെയിലുണ്ട്, പക്ഷെ അവിടത്തെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒരു വെയിലല്ല. ഇവിടെ നിന്ന് എങ്ങോട്ട് പോകണമെന്ന് അറിയില്ലല്ലോ. പുള്ളി പറഞ്ഞു ഇങ്ങനെ നേരെ പോയിട്ട് അവിടെ നിന്നൊരു ലെഫ്റ്റ് എടുത്തിട്ട് താഴോട്ട് പോവാം. അവിടെ ഒരു എസ്കലേറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. എൻ്റെ കണ്ണിലൊരു കുന്തവും കാണുന്നില്ല കേട്ടോ. നോക്കാം. ഹിന്ദിയിലാണ് പറഞ്ഞത്. എന്നിട്ട് എന്നോട് ചോദിക്കുക ഹിന്ദി മനസ്സിലായോ. ഇവിടെ വന്നപ്പോഴുണ്ട് ഇതിപ്പോൾ എന്നോട് ഞാൻ നിറയെ ബസ്സുണ്ടല്ലോ, ഇതിൽ ഞാൻ ഏത് ബസ്സിൽ നിന്ന് കയറിയിട്ട് എവിടെ കയറിയിരിക്കാനാണ് അവിടെ ചോദിച്ചു നോക്കാം.